ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കർണാടകത്തിലെ കോൺഗ്രസിൽ കസേരകളി ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വടംവലി DK ശിവകുമാർ ശക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും സമാനമായ ഒരു അധികാര വടംവലി കർണാടകത്തിലെ കോൺഗ്രസിൽ ഉടലെടുത്തിരുന്നു. അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സിദ്ധരാമയ്യയും DK ശിവകുമാറും പരസ്പരം പോരടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ആധികാരിക വിജയം ആവർത്തിക്കാൻ കഴിയാതെ വന്നതോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് DK ശിവകുമാർ എത്തണമെന്ന ആവശ്യവുമായി DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന മന്ത്രിമാരും MLA-മാരും നേരത്തെ തന്നെ രംഗത്തു വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു സമുദായ നേതാവിനെ തന്നെ രംഗത്തിറക്കി തൻ്റെ അധികാര വടംവലി ശക്തമാക്കിയിരിക്കുകയാണ് DK ശിവകുമാർ. DK ശിവകുമാറിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് DK ശിവകുമാർ കൂടി അംഗമായ ഒക്കലിംഗ സമുദായ മഠാധിപതിയാണ്. ഒക്കലിംഗ സമുദായ മഠാധിപതിയായ ശ്രീ ചന്ദ്രശേഖരനാഥ സ്വാമിയാണ് ഇപ്പോൾ പരസ്യമായി ഒരു പൊതു ചടങ്ങിൽ സിദ്ധരാമയ്യയെ ഇരുത്തിക്കൊണ്ട് DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നടന്ന കെമ്പഗൌഡ ജയന്തി ആഘോഷത്തിനിടെ നടന്ന പൊതുയോഗത്തിലാണ് സിദ്ധരാമയ്യയെയും DK ശിവകുമാറിനെയും വേദിയിലിരുത്തിക്കൊണ്ട് ചന്ദ്രശേഖരനാഥ സ്വാമി പരസ്യമായി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ സിദ്ധരാമയ്യ അനുവദിക്കണമെന്നും സിദ്ധരാമയ്യ മാറി നിൽക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കർണാടക രാഷ്ട്രീയത്തെ എന്നും നിയന്ത്രിക്കുന്ന രണ്ട് സമുദായങ്ങളിൽ ഒന്നാണ് ഒക്കലിംഗ സമുദായം. ആ ഒക്കലിംഗ സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഠാധിപതിയാണ് ഇത്തവണ കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. അതേ വേദിയിൽ വെച്ച് തന്നെ സിദ്ധരാമയ്യ അതിനുള്ള മറുപടിയും നൽകി എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. സിദ്ധരാമയ്യ പറഞ്ഞത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്, ഹൈക്കമാൻഡ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കുമെന്നാണ്. അതായത് എൻ്റെ അവസാന ആശ്രയം ഹൈക്കമാൻഡാണ് എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ ഒരു പഴയ JDS നേതാവ് കൂടിയാണ്. ആ സിദ്ധരാമയ്യ പിന്നീട് കുമാരസ്വാമിയും ദേവഗൌഡയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് കോൺഗ്രസിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യലിസ്റ്റ് ലൈൻ എപ്പോഴും വച്ചു പുലർത്തുന്ന നേതാവാണ് സിദ്ധരാമയ്യ. ആ സിദ്ധരാമയ്യക്ക് പകരം തനി കോൺഗ്രസ്സുകാരനായ അടിമുടി കോൺഗ്രസ്സുകാരനായ DK ശിവകുമാർ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ഇപ്പോൾ DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന മന്ത്രിമാരും MLA-മാരും ശക്തമാക്കി കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2023 കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 224 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 135 സീറ്റുകൾ വിജയിച്ചാണ് കോൺഗ്രസ് അധികാരത്തിലെത്തുന്നത്. അതായത് അതിനു മുൻപത്തെ തവണ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലെ JDS-ന്റെയും കോൺഗ്രസിന്റെയും MLA-മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു അവസരം BJPക്ക് ലഭിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. BJP വെറും 66 സീറ്റിൽ ഒതുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മിന്നും പ്രകടനം കാഴ്ചവെക്കാമെന്നായിരുന്നു കോൺഗ്രസ് സ്വപ്നം കണ്ടത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പല നയങ്ങളും കോൺഗ്രസിന് തിരിച്ചടിയായി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പല തീരുമാനങ്ങളും കോൺഗ്രസിന് ജനപ്രീതി കുറച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ DK ശിവകുമാറിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന് 2 അക്കം കാണാൻ പോലും കർണാടകത്തിൽ സാധിച്ചില്ല. കർണാടകത്തിലെ 28 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സ്വന്തമാക്കാനായത് വെറും 9 സീറ്റാണ്. BJP 17 ഇടങ്ങളിൽ വിജയിച്ചപ്പോൾ BJPയുമായി സഖ്യത്തിലുണ്ടായിരുന്ന JDS 2 ഇടങ്ങളിൽ വിജയിച്ചു. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 1 സീറ്റ് DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷ് മത്സരിച്ച 1 സീറ്റ് മാത്രമാണ് ഈ പറയുന്ന കോൺഗ്രസിന് സ്വന്തമാക്കാനായതെങ്കിൽ ഇത്തവണ 9 സീറ്റ് അവർക്ക് സ്വന്തമാക്കാനായി എന്നത് ഒരു മുന്നേറ്റം തന്നെയാണ്. പക്ഷേ 2 അക്കം കാണാനോ BJPയെ ടാലിയുടെ കാര്യത്തിൽ പിന്നിലാക്കാനോ ഒന്നും കോൺഗ്രസിന് സാധിച്ചില്ല എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയായാണ് അവരുടെ പാർട്ടി വിലയിരുത്തുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർണാടകത്തിൽ ഒരു ഭരണമാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്. അതോടൊപ്പം DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം മാത്രമല്ല കർണാടകത്തിലെ കോൺഗ്രസിൽ വലിയ പ്രശ്നമായി പുകയുന്നത്. ദളിത്, ആദിവാസി, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ഉപമുഖ്യമന്ത്രിമാരുണ്ടാകണമെന്ന ആവശ്യവുമായി
ഈ വിഭാഗങ്ങളിൽപ്പെട്ട MLA-മാരും മന്ത്രിമാരും ഇതിനോടകം പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് നിലവിൽ തന്നെ വലിയ ഒരു ക്യാബിനറ്റാണ് കർണാടകയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എണ്ണത്തിൽ വളരെ കൂടിയ ഒരു ക്യാബിനറ്റ്. ആ ക്യാബിനറ്റിൽ ഇനിയും ഉപമുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ MLA-മാരും മന്ത്രിമാരും രംഗത്തിറങ്ങിയിരിക്കുന്നത്. സാമുദായിക പ്രാതിനിധ്യത്തിന്റെ പേരിലാണ് ഈ ആവശ്യം അവർ ഉന്നയിക്കുന്നതെങ്കിലും ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിനും സംസ്ഥാന നേതൃത്വത്തിനും വലിയ തലവേദനയാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒക്കലിംഗ സമുദായത്തിന്റെ പരസ്യ പിന്തുണ കൂടി കൊണ്ടാണ് കോൺഗ്രസ് വലിയ വിജയം സ്വന്തമാക്കുന്നത്. ആ ഒക്കലിംഗ സമുദായത്തിന്റെ പിന്തുണ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ഹൈക്കമാൻഡും DK ശിവകുമാറിനൊപ്പം നിൽക്കാനാണ് സാധ്യത. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സിദ്ധരാമയ്യ അത് ഒരു നല്ല പാർട്ടി പ്രവർത്തകനായി സ്വീകരിക്കുമോ, അതോ സിദ്ധരാമയ്യ കലാപക്കൊടിയുമായി പാർട്ടി വിട്ട് പുറത്തു പോകുമോ എന്ന കാര്യമൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കർണാടകത്തിലെ കോൺഗ്രസിൽ കസേരകളി ശക്തമായിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഒരു കൂട്ടം മന്ത്രിമാരും MLA-മാരും വാദമുന്നയിക്കുന്നതിനോടൊപ്പം തന്നെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ഒക്കലിംഗ മഠാധിപതി അടക്കമുള്ളവർ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്.